നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. സാക്കിയ ജാഫ്രി അന്തരിച്ചു. ഗുജറാത്ത് കലാപത്തിലെ അതിജീവിതയാണ്. ഗുജറാത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് MP ഇഹ്സാൻ ജാഫ്രിയുടെ വിധവയാണ്. ഈ ഗുജറാത്ത് കലാപത്തിന് ശേഷം അതിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി, ഇരകളായവർക്ക് വേണ്ടി വലിയ നിയമ പോരാട്ടമടക്കം നടത്തിയ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. അപ്പോൾ സാക്കിയ ജാഫ്രി നിയമ പോരാട്ടത്തിനിടയിലൊക്കെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഈ 2002 കലാപം നടക്കുന്ന സമയത്ത് ഈ ഗുൽബർഗ് സൊസൈറ്റി, അവർ താമസിച്ചിരുന്ന ഈ പാർപ്പിട ഏരിയക്കുള്ളിൽ ഈ കലാപകാരികൾ കടന്നപ്പോൾ തന്നെ അന്ന് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയെ ഈ ഇഹ്സാൻ ജാഫർ വിളിക്കുന്നുണ്ട്. ആ വിളി കേൾക്കുന്ന ഒരാൾ കൂടിയാണ് താൻ എന്ന് പറയും. പക്ഷേ വിളിച്ച് സഹായം ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രി അന്ന് നരേന്ദ്രമോദി, ഇന്നത്തെ പ്രധാനമന്ത്രി, തിരിഞ്ഞു നോക്കിയില്ല എന്ന് ഉടനീളം അവരുടെ ആ ലീഗൽ ഫൈറ്റിൻ്റെയിലൊക്കെ അതിൻ്റെ ഒരു സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ പോരാട്ടങ്ങൾക്കൊടുക്കം ഇപ്പോൾ സാക്കിയ ജാഫ്രി വിടവാങ്ങുമ്പോൾ അവരുടെ ഒരു ജീവിതത്തെ എങ്ങനെ കാണണം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. സാർ, എങ്ങനെയാണ് സാക്കിയ ജാഫ്രിയുടെ ഈ ഗുജറാത്ത് കലാപത്തിന് ശേഷമുള്ള അവരുടെ ജീവിതം, അവരുടെ പോരാട്ടം ഒക്കെ വിലയിരുത്തപ്പെട്ടതും അടയാളപ്പെടുത്തപ്പെട്ടത്? ഒരു മതേതര ഇന്ത്യയുടെ അവസാനത്തെ പോരാളികളിൽ ഒരാളാണ് സാക്കിയ ജാഫ്രി എന്ന് ഞാൻ പറയും. കാരണം ഫാസിസ്റ്റ് ഇന്ത്യ എമേർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതേതര ഇന്ത്യ എന്ന് നമ്മൾ എക്കാലത്തും നമ്മൾ കാത്തു സൂക്ഷിച്ച ആ വലിയ സങ്കല്പത്തിന് ഒരു അവസാനത്തെ പോരാട്ടം, അതിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ നമ്മളൊക്കെ അറിഞ്ഞ നമ്മുടെ ജീവിത കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പോരാട്ടം നടത്താൻ കഴിഞ്ഞ ഒരാളാണ് സാക്കിയ എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ 2002 ഈ സംഭവം ഫെബ്രുവരി 27 ഗോദ്ര തീവയ്പുണ്ടാവുന്നു. അന്ന് തന്നെ കലാപം ആരംഭിക്കുന്നു. പിറ്റേ ദിവസം ആകുമ്പോഴേ കലാപം വ്യാപിക്കുന്നു. 28 ഗുൽബർഗ് സൊസൈറ്റിയിലെ ആക്രമണം നടക്കുന്നു. 2002 ഫെബ്രുവരി 28 ഓർക്കണം. 2025 ഫെബ്രുവരി 1 സാക്കിയ ഇവിടെ പറയുകയാണ്. അപ്പോൾ ഈ 23 വർഷങ്ങളുടെ ഒരു കാലയളവിൽ അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ തുടക്കത്തിലൊന്നും അത് എവിടെയും ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലുള്ള അവരുടെ ഹർജികൾ പോയത് കോടതികൾ കാര്യമായി എടുത്തില്ല. പല തരത്തിലുള്ള നീക്കങ്ങളൊക്കെ അവഗണിക്കുന്ന അവസ്ഥയായിരുന്നു. ഒരുപക്ഷെ ടീസ്റ്റാ സെത്തൽവാദ് അവരുടെ സംഘടന ഇവർക്ക് വേണ്ടി രംഗത്ത് വരികയും പോരാട്ടം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് കുറേയെങ്കിലും 2007 കൂടിയാണ് അവരുടെ ഹർജി പരിഗണിക്കപ്പെടുന്നതും ഒക്കെ. പക്ഷേ 2013 ആകുമ്പോഴേക്ക് സുപ്രീം കോടതി തന്നെ അത് നിരാകരിക്കുന്ന അവസ്ഥ ഒരു ഘട്ടത്തിൽ വന്നു. വീണ്ടും ആ പോരാട്ടം അവസാനിപ്പിക്കാതെ അവർ മുന്നോട്ട് പോയതാണ് നാം കണ്ടത്. പക്ഷേ എന്നിട്ടും ആ പോരാട്ടത്തിന് വലിയ ഫലമുണ്ടായില്ല. അതിൻ്റെ കാരണമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം അവരതിൻ്റെ ഒന്നാമത്തെ സാക്ഷിയായിരുന്നു, അല്ലേ? ഇഹ്സാൻ ജാഫ്രി കൊല്ലപ്പെടുന്നതിൻ്റെ, ഇഹ്സാൻ ജാഫ്രിക്കൊപ്പം 68 പേർ കൊല്ലപ്പെടുന്നതിൻ്റെ ഒന്നാം സാക്ഷി, അവരുടെ ഏറ്റവും അടുത്ത ദൃക്സാക്ഷിയായി നിന്ന ഒരാളാണ്. ആ മണിക്കൂറുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കണം. ആ പാതിരാത്രിയിൽ ഈ ആക്രമണം, ഇത്രയും വരുന്ന ആൾക്കൂട്ടം, ഗുൽബർഗ് സൊസൈറ്റി ഇപ്പോഴും നമുക്ക് കാണാം. അവിടെ ഇങ്ങനെ പുല്ലൊക്കെ വളർന്ന് പഴയ പല ഡോക്യുമെൻ്ററികൾ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് അറിയാവുന്ന BBC ഡോക്യുമെൻ്ററി ആണല്ലോ. അവരവിടെ സന്ദർശിച്ചു പോയി കാണിക്കുന്നുണ്ട് ആ സ്ഥലം. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കറിയാം അവിടെ ആ ദിവസങ്ങളിൽ അവിടെ വന്ന അറ്റാക്കിന് സാക്ഷിയാകേണ്ടി വന്ന ഒരാളുടെ, അതും സ്വന്തം ഭർത്താവിനെ ചുട്ടുകൊല്ലുന്നത് കാണേണ്ടി വന്ന ഒരാളുടെ മനസ്സിലെന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് ഉള്ളിൽ വെച്ച് അതത്രയും വെച്ച് ബാക്കിയുള്ള ജീവിതം എന്ന് പറയുന്നത് ഇനി അതിലെ പ്രതികളെ നിയമത്തിന് വിധേയമാക്കുക എന്നത് മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന് കണ്ട് മുന്നിട്ടിറങ്ങുകയാണല്ലേ ഒരാൾ. അപ്പോൾ അതിനകത്ത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾക്ക് സാധ്യതയുണ്ടോ? അതുവരെയും അവരൊരു MP-യുടെ ഭാര്യ മാത്രമായിരുന്നു സാക്കിയ, അല്ലേ? ഒരു കോൺഗ്രസ് MP-യുടെ ഭാര്യ മാത്രമായിരുന്നു. പക്ഷേ അന്നു മുതൽ അവർ ഒരു പോരാട്ടം ഏറ്റെടുക്കുന്നതോടുകൂടി ഇന്ത്യയുടെ മനസാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായി അത് വളരുകയാണ്. ഈ വളരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എന്താണ്? പലതരത്തിലുള്ള ദുരാരോപണങ്ങളും അവർക്കെതിരെ, അവരുടെ ഈ പോരാട്ടത്തിന് ഒപ്പം നിൽക്കുന്ന ടീസ്റ്റോയ്ക്കെതിരെ ഒക്കെ വരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് നരേന്ദ്രമോദി എന്ന ഈ വലിയ ഒരു ഹിന്ദുത്വ മഹാനെ ഒരു വലിയ ആളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹിന്ദുത്വ ശക്തികൾക്ക് അവരുടെ ഓരോ നീക്കത്തെയും പേടിയായിരുന്നു സാക്കിയ ജാഫ്രിയുടെ. കാരണം അവരെ പോലെ അതിൽ ഇത്രയധികം ശക്തിയോടെ പറയാൻ കഴിയുന്ന വേറെ ആളുകളില്ല.
ഉണ്ട്. അപ്പുറത്ത് ബിൽക്കിസ് ബാനു ഉണ്ട്. ആ ചരിത്രവും നമുക്കറിയാം. പക്ഷേ സാക്കിയ ജാഫ്രിയുടെ ഓരോ നീക്കവും ഇവരെ പേടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെന്തൊക്കെ തരത്തിലുള്ള എതിർ നടപടികൾ സാധ്യമാണോ, അതിനൊപ്പം നിൽക്കുന്ന പിന്നെ ടീസ്റ്റയ്ക്കെതിരെ, RV ശ്രീകുമാറിനെതിരെ ഒക്കെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സാധ്യമാണോ അത് മുഴുവൻ ചെയ്തിരുന്നു അവർ. മാത്രമല്ല നമുക്കറിയാമല്ലോ 2022 ജൂൺ 7 ഇത് തള്ളിപ്പോവുകയാണ്. പിന്നെ അവരുടെ ഹർജി അവസാനമായി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്ത പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിഗമനത്തെ ചോദ്യം ചെയ്ത് അവർ നൽകിയ ഹർജി തള്ളിപ്പോവുകയാണ്. 2022 അന്തിമമായി തള്ളിപ്പോവുകയാണ്. ആ സമയത്ത് ഈ സുപ്രീം കോടതി പോലും എന്ത് മനുഷ്യത്വരഹിതമായ നിലയിലാണ് അതിൽ വിധി പ്രസ്താവം എഴുതിയെന്നുള്ളത് നമ്മൾ ഓർക്കണം. അവരെ സഹായിച്ച, അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ടീസ്റ്റ സെതൽവാദിനെ പോലെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ അതിനകത്ത് കമൻ്റ് വരുന്നു. എന്താണ് ഈ പ്രോസസ്സിനെ ദുരുപയോഗം ചെയ്ത, ഏത് കോടതിയിൽ ഹർജിയുമായി പോകുന്ന ആ പ്രോസസ്സിനെ കുറിച്ചാണ് സുപ്രീം കോടതി പറയുന്നതെന്ന് ഓർക്കണം. ആ പ്രോസസ്സിനെ ദുരുപയോഗം ചെയ്ത, അത് നമുക്ക് ഭരണഘടനാപരമായി നമുക്ക് ലഭ്യമായിട്ടുള്ള മൗലികാവകാശങ്ങളിലൊന്നാണ് കോടതിയെ സമീപിക്കാൻ കഴിയുക എന്നുള്ളത്. എന്നിട്ട് അതിനെ ആ പ്രോസസ്സ് ദുരുപയോഗം ചെയ്തു എന്ന പേരിൽ കമൻ്റ് വരിക. ആ കമൻ്റ് വരുന്നതിൻ്റെ, അതായത് അവരെ നിയമത്തിൻ്റെ കീഴിൽ നിയമ നടപടിക്ക് വിധേയരാക്കണമെന്നൊരു കമൻ്റ് സുപ്രീം കോടതി നൽകുക. അതിൻ്റെ പേരിൽ തൊട്ടടുത്ത ദിവസം ടീസ്റ്റ അറസ്റ്റിലാവുക, ദീർഘനാൾ അവർ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു പ്രോസസ്സ് എന്ന് വെച്ചാൽ, ഇത് ഒരു വശത്ത് സാക്കിയ ജാഫ്രി അതിൻ്റെ ഒരു പ്രതീകമെന്ന നിലയിൽ ഏതൊക്കെ നിലയിൽ ഇതിനോട് പോരാടാൻ ശ്രമിച്ചോ അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി ഹിന്ദുത്വ ശക്തികൾ അതിനെതിരായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ അവരുടെ പിന്നെ പോരാട്ടം അന്തിമമായി ഈ നിലയിലേക്ക് പോയത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം തെളിവുകൾ ഇല്ലാതാക്കുക, തെളിവുകൾ മാനിപ്പുലേറ്റ് ചെയ്യുക തുടങ്ങിയ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും അവർക്ക് യാതൊരു തരത്തിലുള്ള പഞ്ഞും ഉണ്ടായിട്ടില്ല. കാരണം ആ സമയത്ത് തന്നെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയാം. മാത്രമല്ല ഇപ്പോൾ പിന്നെ എന്തിനാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹം ജയിലിൽ കിടക്കുന്നത് എന്തിനാണെന്ന് പോലും നമുക്കറിയാലോ. അതെ, സഞ്ജീവ് ഭട്ട്. അപ്പോൾ സഞ്ജീവ് ഭട്ടിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എത്ര കൃത്യമായിട്ടാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ അതിനകത്തുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ള നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ, കോടതിക്ക് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതും മറ്റൊരു കാര്യമാണ്, നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് തെളിവുകൾ കൊണ്ടുവരാൻ സഞ്ജീവ് ഭട്ടിന് ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭരണകൂടം ഒന്നടങ്കം ഈ തെളിവുകളെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ഒരുപക്ഷെ അത് ഇല്ലാതാക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത് തെളിയപ്പെടാതെ പോകുന്നത്. എന്നിട്ട് കോടതി വളരെ നിസ്സഹായതയോടെ അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കമായി പറയുകയാണ് ഇതിന് തെളിവില്ല എന്ന്. അപ്പോൾ അത് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണിത്. ഒരു നിയമ കോടതിക്ക് മുന്നിൽ പോലും ഒരു യാതൊരു തരത്തിലുള്ള നീതിയും ലഭ്യമല്ലാത്ത വിധത്തിൽ അന്യരായിപ്പോയ അല്ലെങ്കിൽ ഇതിന് പുറത്താക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്, ഒരു വക്താവാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോരാളിയാണ് സാക്കിയ ജാഫ്രി എന്ന് നമ്മൾ കാണണം. അപ്പോൾ ആ ചരിത്രം പക്ഷെ മാഞ്ഞു പോകാൻ പോകുന്നില്ല. ആ ചരിത്രം മാത്രമേ അതിൽ നമുക്കിനി ഉൾക്കൊള്ളാനുള്ളൂ. സാക്കിയ പിന്നിട്ട ഈ വഴികളുണ്ടല്ലോ, ഈ കനൽ വഴികൾ, അത് വളരെ പ്രധാനമാണ്. അത് നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു എന്നിടത്ത് മാത്രമേ ഇനി അതിനകത്ത്, കാരണം സിറ്റിസൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു സവിശേഷമായ ഒരു നിലയുണ്ട്, പൗരൻ എന്ന നിലയിൽ. ആ പൗരൻ എന്ന നിലയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു നീതിയുടെ പിന്നെ സഹായമില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു വാചകം അവർക്ക് വേണ്ടി എഴുതപ്പെട്ടതായി നമുക്ക് പറയാനില്ല, അല്ലേ? അവരുടെ വാചകങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മക്തൂബ് അല്ലേ, അപ്പോൾ മീഡിയ പോയി അവരെ കാണുന്നുണ്ട്, അപ്പോൾ അവർ സംസാരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ അതായിരിക്കും എനിക്ക് തോന്നുന്നത്. അവർ കാണുന്നുണ്ട്. അപ്പോൾ അവർ ആ സംസാരം ഇപ്പോഴും അവർക്കത് വിട്ടുപോകുന്നില്ല. അവരെത്ര കൃത്യമായാണ് കാര്യങ്ങൾ പറയുന്നത്, എത്ര സുവ്യക്തമായിട്ടാണ്. ഇത്രയും ഈ 10-25 വർഷത്തിന് ശേഷവും അവരുടെ മെമ്മറിയിൽ നിന്ന് പോയിട്ടില്ല. അത് അത്രയധികം എഴുതി വെച്ച പോലെ അവരുടെ ആത്മാവിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ്. അതിനെ അവിശ്വസിക്കുക, അത് സംഭവിച്ചിട്ടേ ഇല്ല, അല്ലെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന തരത്തിൽ വിശ്വസിക്കാൻ നമ്മുടെ ഈ പറയുന്ന നിയമ സംവിധാനങ്ങളാകെ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കരുതുന്നത് സാക്കിയ ജാഫ്രി വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അവർ പൊരുതി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. എന്താ സാഹിബ്, ഹിന്ദുത്വ ഇന്ത്യയിൽ സാക്കിയ ജാഫ്രി എങ്ങനെയൊക്കെയാണ് അടയാളപ്പെടുത്തപ്പെടേണ്ടത്? സാക്കിയ ജാഫ്രിയെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ആദ്യം എഹ്സാൻ ജാഫ്രിയെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അവരുടെ കൊല്ലപ്പെട്ട അവരുടെ ഭർത്താവ് എഹ്സാൻ ജാഫ്രി എന്ന് പറയുന്ന ആൾ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അയാൾ കോൺഗ്രസ് നേതാവായിരുന്നു, ദീർഘകാലം MP ആയിരുന്നു. കോൺഗ്രസിൻ്റെ അഹമ്മദാബാദ് സിറ്റി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം
കൊല്ലപ്പെടുകയാണ് 2002 ഫെബ്രുവരി 28-ന്. എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? പെട്ടെന്ന് ഒരു അപകടത്തിലല്ല കൊല്ലപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കൂട്ടം പൊടുന്നനെ വന്ന് ബോംബെറിഞ്ഞ് കൊന്നു പോവുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം താമസിക്കുന്ന ഹൗസിംഗ് സൊസൈറ്റി, അതാണ് ഗുൽബർഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ ഗുൽബർഗ് സൊസൈറ്റി മണിക്കൂറുകളോളം വളഞ്ഞു വെക്കുന്നുണ്ട്, തീ വയ്ക്കുന്നുണ്ട്, ഗ്യാസ് സിലിണ്ടർ പൊട്ടിക്കുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ ഈ മനുഷ്യൻ പോലീസ് ഓഫീസേഴ്സിനെ വിളിക്കുന്നുണ്ട്, ചീഫ് മിനിസ്റ്ററെ വിളിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷൻ അവിടെ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, കമ്മീഷണർ ഓഫീസ് 2 കിലോമീറ്റർ അപ്പുറം മാത്രമേ ഉള്ളൂ. ഇത് അവിടുത്തെ സാമാന്യം ഭേദപ്പെട്ട ഒരു VIP ഏരിയ, അല്ലെങ്കിൽ ഒരു പോഷ് നൈബർഹുഡ് എന്ന് പറയാവുന്നൊരു സ്ഥലമാണ്. അങ്ങനെ വിദൂരത്തുള്ള ഒരു ആക്സസ് ഇല്ലാത്ത സ്ഥലമൊന്നുമല്ല. അപ്പോൾ ഒരു MP ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ആ നഗരത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യൻ, MP ആയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 1977 എമർജൻസി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ, ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് ഇങ്ങനെ അടിച്ചു വാരപ്പെട്ട സമയം, തോറ്റമ്പിയ സമയം. ആ സമയത്ത് 50% വോട്ട് വാങ്ങി അഹമ്മദാബാദ് സീറ്റിൽ നിന്ന് വിജയിച്ച മനുഷ്യനാണ് ഇയാൾ. ഒന്നാലോചിച്ച് നോക്കണം, അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി എത്രയായിരുന്നു നമ്മൾ മനസ്സിലാവും. അത്രയും ഗ്രാസ് റൂട്ട് ബന്ധമുള്ള രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെ ഒരാൾ കൊല്ലപ്പെടുകയാണ്. അദ്ദേഹം മാത്രമല്ല, കൂടെ ഡസൻ കണക്കിന് ആളുകളുണ്ട്. അതും കാണണം. എങ്ങനെയാണ് അവിടെ ആളുകൾ എത്തുന്നത്? പരിസരത്തെല്ലാം തീവപ്പും കൊലയും നടക്കുകയാണ്. അപ്പോൾ എഹ്സാൻ ജാഫ്രിയുടെ വീട്ടിൽ പോയാൽ രക്ഷയുണ്ടാവും എന്ന് ആളുകൾ ധരിച്ചു. അപ്പോൾ എഹ്സാൻ ജാഫ്രിയുടെ വീട്ടിൽ പോയാൽ രക്ഷയുണ്ടാവും എന്ന് ആളുകൾ ധരിക്കാൻ എന്താ കാരണം? നമ്മുടെ ഈ മുഖ്യധാര, സെക്യുലർ മെയിൻ സ്ട്രീം ന്യൂനപക്ഷങ്ങളോട് പറയുന്ന, നിരന്തരം അവരെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? നിങ്ങൾ മുഖ്യധാരയുടെ ഭാഗമാകൂ, മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകൂ. ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ സാധ്യമാവൂ എന്നാണ് ന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ, ഇവിടുത്തെ സെക്യുലർ മെയിൻ സ്ട്രീം ഇൻ്റലക്ച്വൽസും രാഷ്ട്രീയ നേതൃത്വവും എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവുകയും ആ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവേശിക്കുകയും അങ്ങനെ പലവട്ടം MP ആവുകയും ചെയ്തൊരു മനുഷ്യനാണ് എഹ്സാൻ ജാഫ്രി. അപ്പോൾ അങ്ങേരുടെ വീട്ടിൽ, അങ്ങേരുടെ അപ്പാർട്ട്മെൻറ്റിൽ പോയാൽ ഞങ്ങൾക്ക് രക്ഷയുണ്ടാവുമെന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യർ ധരിക്കുമല്ലോ. അങ്ങനെയാണ് രക്ഷ തേടി ആളുകൾ കൂട്ടത്തോടെ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വരുന്നത്. പക്ഷേ ആ മനുഷ്യനെ അടക്കം നിരന്തരം അദ്ദേഹം വിളിക്കുന്നുണ്ട്. അതുകൂടെ വിളിക്കാൻ സാധിക്കുന്നൊരു മനുഷ്യനാണ്. കൊന്നുകളഞ്ഞു. അപ്പോൾ ഒന്നാമത് എഹ്സാൻ ജാഫ്രിയെ തീ വെച്ച് കൊല്ലുന്നതോടുകൂടി പൊളിയുന്ന ഈ ആഖ്യാനമാണ് ഒന്നാമതായിട്ട് പൊളിയുന്നത്. ഇന്ത്യയിൽ ഒരു മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്നത് അത് ഏതെങ്കിലും നിലക്കുള്ള ഒരു തണൽ, മുഖ്യധാരയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ പറയുന്ന മുസ്ലിം സ്വത്വത്തിൻ്റെ പേരിലുള്ള ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മറുപടിയാണ് എഹ്സാൻ ജാഫ്രി. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ സക്കിയ ജാഫ്രിയുടെ കാര്യം എടുക്കുക. സക്കിയ ജാഫ്രി നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? എഹ്സാൻ ജാഫ്രി മരണപ്പെട്ടതിന് ശേഷം അവർ നടത്തിയിട്ടുള്ള ദീർഘമായ നിയമ പോരാട്ടത്തിൻ്റെ പേരിലാണ് നമ്മൾ അറിയുന്നത്. എന്തിനാണ് ഈ സക്കിയ ജാഫ്രി നിയമ പോരാട്ടം നടത്തേണ്ടി വന്നത്? ഒരു പാർട്ടിയുടെ സീനിയർ ലീഡർ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആരാണ് നിയമ പോരാട്ടം നടത്തുക? പാർട്ടിയാണ്. ആ പാർട്ടിയല്ലേ നിയമ പോരാട്ടം നടത്തേണ്ടത്. ഇപ്പോൾ പ്രമോദ് സാർ ഇപ്പം സക്കിയ ജാഫ്രിയെ കൂടി ദീർഘമായിട്ട് സംസാരിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്? അവരുടെ ജീവിതം ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. അതായത് 2002 ഫെബ്രുവരി 28-ന് ശേഷമുള്ള ജീവിതം. തൻ്റെ കൊല്ലപ്പെട്ട ഭർത്താവിന് വേണ്ടി, ഭർത്താവിന് നീതിക്ക് വേണ്ടിയാണ് അവർ പോരാടിയത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ നടക്കാറ്? ഒരു രാഷ്ട്രീയ നേതാവ് കൊല്ലപ്പെട്ടാൽ അങ്ങേരുടെ ആ കൊല്ലപ്പെട്ട ആൾക്ക് നീതി ലഭിക്കാൻ വേണ്ടി നിയമ നടപടികളുമായിട്ട് ആ കൊല്ലപ്പെട്ട ആളുടെ മകൻ, അല്ലെങ്കിൽ അച്ഛൻ, അല്ലെങ്കിൽ ഭാര്യ, ഇവരാണോ രംഗത്തിറങ്ങാറ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നോക്കൂ, ഇന്നത്തെ ഈ ദിവസം ഞാൻ രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ എന്നല്ല പറയുന്നത്, എന്താണ്, എക്സ് ഹാൻഡിൽ നോക്കുകയായിരുന്നു. INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എക്സ് ഹാൻഡിൽ നോക്കുകയായിരുന്നു. ഇത് ഈ സംസാരിക്കുന്ന നിമിഷം വരെ സക്കിയ ജാഫ്രി എന്നൊരു വാക്ക് അവിടെ ഇല്ല. ഈ പാർട്ടിക്ക് വേണ്ടി തൻ്റെ ജീവിതം കൊടുത്ത ഒരു മനുഷ്യൻ, ഒരു നേതാവ്, ആ നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ നീതി ലഭിക്കാൻ വേണ്ടി പോരാടി അവരുടെ വിധവ മരിച്ച, രാജ്യം മുഴുവൻ അറിയുന്ന ഒരു പോരാളിയായിട്ടുള്ളൊരു സ്ത്രീ, ഒരു വയോധിക, അവർ മരണപ്പെട്ട ദിവസമാണ്. മുഹബത്ത് കി ദുഖാൻ തുറക്കാൻ പോയിട്ടുള്ള രാഹുൽ ഗാന്ധി അത് അറിയുന്നില്ലെന്നേ. അവർ മരണപ്പെട്ട ഇവർ അറിയുന്നില്ലേ? ഇതെന്തുകൊണ്ടാണ്?
ഞാൻ മുമ്പ് പറഞ്ഞാണ് ഈ വയനാട് സീറ്റിൽ ആര് മത്സരിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് ഔട്ട് ഓഫ് ഹൗസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വയനാട് സീറ്റിൽ കോൺഗ്രസ് ഈ ഫാസിസത്തിനെതിരായ പോരാട്ടമാണ്, ഹിന്ദുത്വ ഫാസിസത്തിനെതിരായ പോരാട്ടമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ആശയമെങ്കിൽ ബിൽക്കീസ് ബാനുവിനെ വയനാട്ടിൽ മത്സരിപ്പിക്കും. നോക്കൂ, ബിൽക്കീസ് ബാനു നമ്മുടെ പാർലമെൻറ്റിൽ പോയിട്ട് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖത്ത് നോക്കി സംസാരിക്കുന്നൊരു ദിവസമുണ്ടല്ലോ, അതാണ് ഇന്ത്യയിലെ ഏറ്റവും തിളക്കമുള്ള പൊളിറ്റിക്കൽ ഡേ എന്ന് പറയുന്നത്. അതാണ് ഇന്ന് സംഭവിക്കേണ്ടത്. സക്കിയ ജാഫറിയെ രാജ്യസഭയിലെത്തിക്കാൻ കോൺഗ്രസ് നോക്കേണ്ടതായിരുന്നില്ലേ? അതുപോട്ടെ, ആ കേസ് ഏറ്റെടുത്ത് ഞങ്ങൾ കേസ് നടത്തിക്കോളാം, നിങ്ങൾ ഈ വയ്യാത്ത കാലത്ത് ഇതിനുവേണ്ടി ഡൽഹിയിലും അഹമ്മദാബാദിലും വന്ന് ഇങ്ങനെ കുഴയണ്ട എന്ന് പറയാൻ സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ സക്കിയ ജാഫറിയും ബിൽക്കീസ് ബാനുവും ഒക്കെ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് അവർ പ്രധാനമെന്ന് വെച്ചാൽ സക്കിയ ജാഫറി ഒന്നുമില്ലെങ്കിൽ ലോകപരിചയമുള്ള ഒരാളാണ്, എഹ്സാൻ്റെ കൂടെ ജീവിച്ചു, അങ്ങനെ ഒക്കെയുള്ള ആളാണ്. ബിൽക്കീസ് ബാനു ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീയാണ്. അവർ 3 മാസം ഗർഭിണിയായിരിക്കുകയാണ് ആക്രമിക്കപ്പെടുന്നത് കുടുംബത്തോടൊപ്പം. കുടുംബത്തിലെ 9 ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് അവരുടെ കൺമുമ്പിൽ വെച്ച്. ഇതിൽ 3 വയസ്സായ അവരുടെ മകനുണ്ട്. ആ മകനെ കൊല്ലുന്നത് എങ്ങനെയാണ്? ആ മകൻ്റെ 3 വയസ്സായ കുഞ്ഞിൻ്റെ കാലിന് പിടിച്ച് ഈ സനാതനവാദികൾ ഈ കുഞ്ഞിൻ്റെ കാലിന് പിടിച്ച് കല്ലിൽ തലയടിച്ച് ബിൽക്കീസ് ബാനുവിൻ്റെ മുമ്പിൽ വെച്ച് കൊല്ലുകയാണ് ചെയ്തത്. എന്നിട്ട് അവരെ ബലാത്സംഗം ചെയ്യുന്നു. ചത്തുപോയി എന്ന് കരുതി ഉപേക്ഷിക്കുന്നു. പൂർണ്ണ വിവസ്ത്രയാക്കപ്പെട്ട ബിൽക്കീസ് ബാനു പിറ്റേന്ന് രാവിലെ ആ പാടത്ത് എഴുന്നേറ്റ് വരികയാണ്. അടുത്തുള്ള വീട്ടിൽ കയറി വസ്ത്രം വാങ്ങി എങ്ങോട്ടോ പോകുന്നു. അതിനുശേഷം അവർ നടത്തിയ പോരാട്ടം ഓർത്ത് നോക്കൂ സൈബ്. എത്ര ആളുകളെ ജയിലിലാക്കാൻ അവർക്ക് സാധിച്ചു. ഇങ്ങനെയൊക്കെ പോരാടിയ മനുഷ്യരുടെ നാടാണിത്. അങ്ങനെയൊക്കെ മനുഷ്യർ പോരാടാൻ ഈ ഗ്രാമീണയായ ബിൽക്കീസ് ബാനുവിന് പോലെയുള്ള പോരാളികൾ ഉള്ളത് കൊണ്ടാണ് ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക്, ഒരു ജനത എന്നുള്ള നിലയ്ക്ക്, ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയം എന്താണ്? ഇത്തരം പോരാട്ടങ്ങളെയും സമരങ്ങളെയും പോരാളികളെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുക, ആ ഊർജ്ജത്തെയെല്ലാം സമാഹരിച്ചെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയത്തിന്, മുഖ്യ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നതിൻ്റെ കൂടെ അടയാളമാണ് സക്കിയ ജാഫറി. അതുകൊണ്ടാണ് നമുക്ക് സക്കിയയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. സക്കിയയ്ക്ക് വേണ്ടിയിട്ട് ഓഫ് കോഴ്സ് ടീസ്റ്റ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ടീസ്റ്റ അല്ലല്ലോ കേസ് നടത്തേണ്ട ആൾ, ടീസ്റ്റ അല്ലല്ലോ ഇതിന് സഹായം ചെയ്ത് കൊടുക്കേണ്ട ആൾ. അപ്പോൾ സക്കിയയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഗുജറാത്ത് വംശഹത്യ നമ്മൾ ഓർക്കണം, അവർ നടത്തിയ പോരാട്ടങ്ങൾ ഓർക്കണം. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് നമ്മൾ സക്കിയയെക്കുറിച്ച് സംസാരിക്കേണ്ടി വന്നു എന്നതുകൂടെ പറഞ്ഞു പോകണം. അത് സക്കിയ എഹ്സാൻ ജാഫറിയുടെ വധം, എഹ്സാൻ ജാഫറിക്ക് നീതി ലഭിക്കാൻ വേണ്ടി അവർ നടത്തിയ പോരാട്ടമാണ്. അത് കോൺഗ്രസ് നടത്തേണ്ട പോരാട്ടമായിരുന്നു. ആ ശൂന്യതയിലാണ് സക്കിയ ഉയർന്നു വരുന്നത് മനസ്സിലാക്കണം. അപ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾ ഇതിനൊന്നും സന്നദ്ധമല്ലെങ്കിൽ ഈ നാട്ടിൽ ഇതൊന്നും നടക്കില്ല എന്ന് വിചാരിക്കേണ്ട, അത് വേറെ ആളുകൾ നടത്താൻ ഇവിടെ ഉണ്ടാകും എന്നൊരു സന്ദേശം കോൺഗ്രസ്സിന് കൂടെ നൽകുന്ന ദിവസമാണ്. അപ്പോൾ ഹിന്ദുത്വ ഇന്ത്യയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത, തുല്യതയില്ലാത്ത പോരാട്ടത്തിൻ്റെ പ്രതീകമാണ് സക്കിയ ജാഫറി. ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ നിയമപാലന സംവിധാനങ്ങളിൽ നിന്നോ കോടതിയിൽ നിന്നോ അവർക്ക് നീതി ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഇഹ്സാൻ ജാഫറിയുടെ പാർട്ടി പോലും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയും പിന്തുണയും ആ പോരാട്ടത്തിന് നൽകിയോ എന്ന് ചോദിച്ചാൽ നിരാശയാണ് ഉത്തരം.